നമസ്കാരം ഡാർക്കുൾ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫ്യൂഷൻ VFX ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഡാൻസിങ് പേഴ്സൺ അല്ലെ ഫൈറ്റിംഗ് പേഴ്സൺ എന്തെങ്കിലും നടക്കുകയോ ഓടുകയോ ചെയ്യുന്ന പേഴ്സണോ ഓബ്ജക്റ്റോ എന്ത് തന്നെ ആയാലും അതിൻ്റെ ചുറ്റിലുമായിട്ടൊരു ഗ്ലോ എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം അല്ലെ. ഫോട്ടോയിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പക്ഷേ വീഡിയോയിൽ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ആദ്യം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് ബാക്കോട്ടേക്കുള്ള ഭാഗങ്ങൾ വേണ്ട, അത് ഞാൻ കട്ട് ചെയ്തു. ഇനി മുന്നോട്ടേക്കുള്ള ഭാഗങ്ങൾ ഇവിടുന്ന് മുന്നോട്ടേക്കും വേണ്ട, അതും കട്ട് ചെയ്തു. അപ്പോൾ സിംഗിൾ ക്ലിക്കിലൂടെ എങ്ങനെ ബാക്കോട്ടേക്കും മുന്നോട്ടേക്കും വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള നമ്മൾ ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബേസിക് അറിയാത്തവരുണ്ടെങ്കിൽ ബേസിക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കണ്ടു നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോലെ ഒട്ടും കൺഫ്യൂഷൻ ആണ്ട് വളരെ സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ നോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ വർക്ക് തീർക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഫ്യൂഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു മീഡിയ ഇന്നും ഒരു മീഡിയ ഔട്ടും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, വർക്ക് സ്പേസിൻ്റെ അകത്ത് പോവുക. ലേഔട്ട് പ്രീസെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂഷൻ പ്രീസെറ്റ് കാണാൻ പറ്റും. അതിൻ്റെ അത് മിഡ് ഫ്ലോ വെർട്ടിക്കൽ കാണാൻ പറ്റും. ഇനി തിരിച്ച് പഴയ പോലെ പോകണമെങ്കിലോ ഡിഫോൾട്ടിലേക്ക് വന്നാലും മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടേക്ക് മാജിക് മാസ്ക് എന്ന് പറഞ്ഞൊരു നോഡ് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് സ്പേസ് അടിച്ചുകൊണ്ട് ടൂൾ മെനു അല്ലെങ്കിൽ സെലക്ട് ടൂൾ എന്നുള്ള ഈ ഒരു മെനു ഓപ്പൺ ചെയ്യാം. എന്താണ് ഷോർട്ട് കട്ട്? ഷിഫ്റ്റ് സ്പേസ് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, ഷിഫ്റ്റ് സ്പേസ്. ഓക്കെ, ഇവിടേക്ക് ഞാൻ മാജിക് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് മാസ്ക് കാണാൻ പറ്റും. അത് ഇവിടേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ മാജിക് മാസ്കിനെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എന്തിനാണ്? കൺഫ്യൂഷൻസ് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് ചെയ്തു പോകാം കേട്ടോ. ഇനി മാജിക് മാസ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നേരെ നമ്മുടെ വ്യൂവറിൻ്റെ അകത്ത് വരണം. ഈ വീഡിയോ കാണുന്ന ഏരിയയാണ് വ്യൂവർ അല്ലേ. ഇവിടെ വന്ന ശേഷം നമ്മുടെ സബ്ജക്റ്റിനെ, അതായത് മാക്സിമം സബ്ജക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ വെച്ച ശേഷം അതിനൊന്ന് വരച്ച് കൊടുക്കുക. ഇതേപോലെ സബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? എ മാൻ, ഒരു മനുഷ്യൻ അല്ലേ. ഈ മനുഷ്യൻ ഇതേപോലെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സെലക്ട് ആയി എന്ന് കൺഫേം ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്തേക്ക് വരിക. ഇവിടെ നമുക്ക് ഫാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഇപ്പോൾ കാണാൻ പറ്റുക. നേരെ ബെറ്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കട്ടിങ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ അല്ലേ? കറക്റ്റായിട്ട് നമ്മുടെ ഫുൾ ഭാഗങ്ങളും സെലക്ട് ആയി കണ്ട ശേഷം തിരിച്ച് വീണ്ടും ഇൻസ്പെക്ടറിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് ബാക്ക്വേർഡ് ഫോർവേഡ് ഇതൊന്ന് ട്രാക്ക് ചെയ്യണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒബ്ജക്റ്റ് ഈ ഒരൊറ്റ ഫ്രെയിമിൽ മാത്രമേ കട്ടാവുള്ളൂ. ബാക്കി ഫ്രെയിമിലെല്ലാം ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ടാവും. മസ്റ്റായിട്ടും ട്രാക്ക് ചെയ്യാം. മുന്നിലേക്ക് ട്രാക്ക് ആവുന്നുണ്ട്, അത് കഴിഞ്ഞ് ബാക്കോട്ടേക്കും ട്രാക്ക് ആവും കേട്ടോ. ഈ ട്രാക്കിങ്ങിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ പോലെയാണ്. പ്രോസസ്സറിൻ്റെ ക്ലോക്ക് സ്പീഡ്, റാമിൻ്റെ സൈസ്, ഗ്രാഫിക്സ് കാർഡിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ഒക്കെ നോക്കിയിട്ടാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആണെങ്കിൽ സ്പീഡിൽ പോകും. കുറച്ചൊരു പഴയ മോഡലാണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ആദ്യം ഫ്രണ്ടിലേക്ക് പോകും, തിരിച്ച് പ്ലേ ഹെഡ് 0-ൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, നല്ല ട്രാക്കിംഗ് ആണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മാജിക് മാസ്കിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും ടൂൾ മെനു ഓപ്പൺ ചെയ്യുക. ഇവിടേക്ക് നമുക്ക് എഡ്ജ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജ് ഡിറ്റക്ട് എന്ന് പറഞ്ഞൊരു നോഡ് കാണാൻ പറ്റും. അതിനെവിടേക്ക് ആഡ് ചെയ്യാം. ഇപ്പം കണ്ടോ, ഈ എഡ്ജിലൂടെ ഒരു കളർ വന്നു. എഡ്ജിലൂടെ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ എഡ്ജിലൂടെ ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒഴിവാക്കണം അല്ലേ, പ്രശ്നമാക്കണ്ട, നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ എഡ്ജ് ഡിറ്റക്ടറിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഒരു കളർ കറക്റ്റർ നോഡിനെ ആഡ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഈ എഡ്ജ് ഡിറ്റക്ടറിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഒരു കളർ കറക്റ്റർ നോഡിനെ ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ വീണ്ടും ടൂൾ മെനു ഓൺ ചെയ്യാം. അങ്ങനെയാണ് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ഓൺ ചെയ്ത ശേഷം ഇവിടേക്ക് CC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ കറക്റ്റർ എന്ന് പറഞ്ഞ നോഡ് കാണാൻ പറ്റും. അതിനിവിടേക്ക് ആഡ് ചെയ്യാം. വീണ്ടും ഞാൻ ടൂൾ മെനു ഓൺ ചെയ്യാണ്. ഇവിടേക്ക് ഞാൻ സോഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നു. സോഫ്റ്റ് സെർച്ച് ചെയ്ത് എന്ത് കിട്ടും? സോഫ്റ്റ് ഗ്ലോനെയും കൂടെ ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരാളുടെ ചുറ്റിലുമായിട്ട് ആ സോഫ്റ്റ് ഗ്ലോ വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ, ഈസി. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ആളിനെ കറക്റ്റായിട്ട് പുറത്ത് കാണണം, അതേപോലെ ബാക്ക്ഗ്രൗണ്ടിനെ തിരിച്ചു കൊണ്ടുവരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം. ആദ്യം തന്നെ ഞാൻ ഈ മീഡിയ ഔട്ടെന്ന് ഒരു പൈപ്പ് ലൈൻ വലിക്കുകയാണ്. ഈ വലിക്കുന്ന ലൈനിൻ്റെ പേരാണ് പൈപ്പ് ലൈൻ കേട്ടോ. ഇത് വലിച്ച ശേഷം സോഫ്റ്റ് ഗ്ലോ കണ്ടോ, അതിൻ്റെ ഔട്ടിലൊരു ചതുരം കണ്ടോ, അവിടേക്ക് തന്നെ കണക്ട് ചെയ്യണം കേട്ടോ. ഇവിടേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് ഔട്ടിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് പുതിയൊരു മെർജ് എന്ന് പറഞ്ഞാൽ നോഡ് ഓണാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായി പോയി. പറയാൻ കാരണം എന്താണ്, ഈ മെർജിൽ കണക്ട് ആയിരിക്കുന്നത് മഞ്ഞ കണക്ടറാണ്. ഈ എഫക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ മഞ്ഞ കണക്ടറിൽ കണക്ട് ആയാൽ അവരൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പോയി. എന്നിട്ട് വീണ്ടും ഈ ആദ്യം കണ്ട വീഡിയോ ഫോർഗ്രൗണ്ടിൽ വന്നു. ഇപ്പോൾ പ്രശ്നമാണല്ലേ, നമ്മൾ ചെയ്തൊക്കെ വെറുതെ ആയി പോകും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക, മെർജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക, അല്ലെങ്കിൽ Command T Control T എന്നുള്ള ഷോർട്ട് കട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് തിരിയും. കണ്ടോ, ഇപ്പോൾ എഫക്റ്റുകളൊക്കെ വീണ്ടും പുറത്ത് വന്നു. നമ്മുടെ മെയിൻ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി. ഈസി അല്ലേ?
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും ഈ മാജിക് മാസ്കിൻ്റെ അകത്ത് വന്ന് അതിൻ്റെ ഔട്ടിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ വലിക്കുക. സിമ്പിളാണ്. മാജിക് മാസ്കിൻ്റെ ഔട്ടിൽ നിന്ന് തന്നെ പൈപ്പ് ലൈൻ വലിക്കണം, മസ്റ്റാണ്. എന്നിട്ട് എവിടെ കണക്ട് ചെയ്യണം? ഇപ്പം നമ്മൾ ആഡ് ചെയ്ത മെർജിനൊരു ഔട്ട് ഉണ്ടല്ലോ, അവിടേക്ക് കണക്ട് ചെയ്യണം. സിമ്പിളാണ്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇതേപോലെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഈ ലൈൻ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? ആൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടണിലെ കീബോർഡിൽ അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം ഈ ലൈനിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഒരു കണക്ടർ കിട്ടും. ഇനി ഈ കണക്ടർ നമുക്ക് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് മാക്സിമം കുറഞ്ഞല്ലോ. അതായത് മീഡിയ ഇൻ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മഞ്ഞയിലൂടെ ഒരു കണക്ഷൻ ഔട്ടിലേക്ക് വന്നു. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആണ് മൊത്തം. ഇനി ഫോർഗ്രൗണ്ടിലേക്ക് എന്ത് വന്നു? മാജിക് മാസ്ക് വന്നു. മാജിക് മാസ്കിൻ്റെ കണക്ഷൻസ് ആദ്യത്തെ മെർജിലേക്ക് കണക്ട് ആയി. വീണ്ടും ഒരു ഫ്രീ കണക്ഷൻ ഇങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ മെർജിൻ്റെ പച്ച കണക്ടറിലേക്ക് കണക്ട് ആയി. രണ്ടും പച്ച കണക്ടറിലേക്കാണ് കണക്ട് ആവേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞില്ലേ? ആളെ കിട്ടി, കറക്റ്റായിട്ട് ഗ്ലോ കിട്ടി. ഇനി നമുക്ക് ഗ്ലോയുടെ കളറൊന്നും മാറ്റണം. അതിന് എന്ത് ചെയ്യാം? കളർ കറക്ടറിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കളർ വീൽ കാണാൻ പറ്റില്ലേ? ഈ കളർ വീലിൻ്റെ നടുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത്തിരി മേലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ റെഡ് കളറിനൊരു മഞ്ഞ കളർ കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ മതിയെങ്കിൽ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്ത ശേഷം തൊട്ട് താഴെ നിന്ന് സാച്ചുറേഷൻ കണ്ടോ ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഡെപ്തുള്ളൊരു കളർ നമുക്ക് കിട്ടും. ഇനി തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗാമ എന്നുണ്ടാവും. ഗാമ ഒരല്പം ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ റെഡും മഞ്ഞയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളർ കിട്ടും. ഓക്കെ ആണേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ആനിമേഷൻ കൊടുക്കാം. അങ്ങനെ ഈ കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരണം. ഇയാൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് കളർ മാറി മാറി വരണമെന്നാണെങ്കിൽ വ്യൂവറിൻ്റെ അകത്ത് വന്ന് ഈ റെഡ് കളറുള്ള സംഭവം കണ്ടോ, ഇതാണ് പ്ലേ ഹെഡ്. ഇനി നമുക്ക് സീറോയുടെ അകത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ അല്ലേ? സീറോയിലാണെന്ന് കൺഫേം ആക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ഏത് ഫ്രെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്നുള്ളത്. അതേപോലെ 60 ഫ്രെയിമുകളാണ് ഈ വീഡിയോക്ക് മൊത്തത്തിലുള്ളതെന്നും മനസ്സിലാക്കാൻ പറ്റും. 0 മുതൽ 60 വരെ ഫ്രെയിമാണെന്ന്. ഓക്കെ, നേരെ എന്ത് ചെയ്യുക? വീണ്ടും ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഈ ഒരു കളർ വീലിൻ്റെ റൈറ്റിൽ ഇവിടെ ഒരു ഡയമണ്ട് ഐക്കൺ കാണും. ഇതാണ് കീ ഫ്രെയിം. അവിടെ ജസ്റ്റ് ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ച് വ്യൂവറിൻ്റെ അകത്ത് വരിക. ഈ ഒരു പ്ലേ ഹെഡ് ലാസ്റ്റ് ഫ്രെയിമിൽ, അതായത് 59-ാമതോ അല്ല 60-ാമത്തെ ഫ്രെയിമിലേക്ക് കൊണ്ടുവയ്ക്കുക. ഓക്കെ ആണേ. എന്നിട്ട് എന്ത് ചെയ്യുക? തിരിച്ച് വീണ്ടും ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഈ വീലിനെ ഇതേപോലെ കറക്കിയിട്ട് തിരിച്ച് നമ്മൾ വന്നതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് കൊണ്ടുവയ്ക്കുക റെഡിൻ്റെ അകത്തേക്ക്. ഓക്കെ ആണേ. ഇനി എന്ത് ചെയ്യണം? വീണ്ടും തിരിച്ച് നമ്മുടെ വ്യൂവറിൻ്റെ അകത്ത് വന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ആ കളർ കണ്ടോ മാറി മാറി വരുന്നേ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഫ്യൂഷൻ കൂടുതൽ പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രീമിയം ക്ലാസ് കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റ് ത്രൂ ആണ്, പെയ്ഡാണ്. വലിയ പേയ്മെൻ്റ് ഒന്നുമില്ല. മറ്റുള്ളവർ വാങ്ങുന്നതിന് 4 നമ്മൾ വാങ്ങുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഒരു യൂസർ ID പാസ്വേഡും തരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ആക്സസ് ചെയ്യാം. വാട്സപ്പ് സപ്പോർട്ടും ഇൻസ്റ്റഗ്രാം സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ AnyDesk സോഫ്റ്റ്വെയർ ഇട്ട് നിങ്ങളെ സിസ്റ്റത്തിൽ കയറി ക്ലിയർ ചെയ്ത് തരും. വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിലോ സൂമിൽ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.